കാശിറക്കാതെ കാശുണ്ടാക്കാം എന്ന വാഗ്ദാനത്തോടെ ലോകമെമ്പാടും ഹാംസ്റ്റർ കോംബാറ്റ് ഗെയിമിനെ കുറിച്ചുള്ള റീലുകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. കേട്ടപ്പോൾ തന്നെ യൂട്യൂബ് ട്യൂട്ടോറിയലുകളുടെയും മറ്റും സഹായത്തോടെ ഹാംസ്റ്റർ കോയിൻ മൈനിങ്ങിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ഇപ്പോഴിത് ആഗോളതലത്തിൽ വൻ സ്വീകാര്യത സ്വന്തമാക്കി കുതിക്കുന്ന ഹാംസ്റ്റർ കോംബാറ്റ് എന്ന ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ഗെയിം കേരളത്തിലും തരംഗമായിരിക്കുകയാണ്. സംസ്ഥാനത്തെ നിരവധി കുട്ടികളും യുവാക്കളും ഏതാണ്ട് മുഴുവൻ സമയവും ഈ എലിക്ക് പിന്നാലെ പായുകയാണ്. എന്നാൽ ഇത് എന്താണെന്നോ ഇതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്നോ ആർക്കും അറിയില്ല. ₹1 പോലും നിക്ഷേപം നടത്താതെ പണം വൻതോതിൽ വാരാമെന്ന വാഗ്ദാനമാണ് പലരെയും ഏറെ ലളിതമായി ഈ ഗെയിമിലേക്ക് ആകർഷിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഹാംസ്റ്റർ കോംബാറ്റ് ഗെയിം ലോകമെമ്പാടുമായി അവതരിക്കപ്പെട്ടത്. ടെലിഗ്രാമിൽ ലഭിക്കുന്ന ലിങ്ക് വഴിയാണ് ഹാംസ്റ്റർ ബോട്ട് തുറക്കേണ്ടത്. ഹാംസ്റ്റർ എന്നത് ഓമന മൃഗമായി വളർത്തുന്ന എലി വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ ഹാംസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നതാണ് ഗെയിം. ഈ ഹാമറിൽ എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നു അത്രത്തോളം ക്രിപ്റ്റോ കോയിനുകൾ ലഭിക്കും. ക്ലിക്ക് ചെയ്ത് മാത്രമല്ല, ഹാംസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കിയും കാർഡുകൾ പർച്ചേസ് ചെയ്തും ക്രിപ്റ്റോ കോയിനുകൾ വാരിക്കൂട്ടാം. കളിക്കുന്ന ആളുടെ വാലറ്റിൽ അഥവാ പ്രോഫിറ്റ് പെർ അവർ എന്ന ഡിജിറ്റൽ പേഴ്സിലാണ് കോയിനുകൾ ചേർക്കപ്പെടുക. ഹാംസ്റ്ററിന് പിന്നെ പ്രവർത്തിക്കുന്ന ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു പ്ലേ ടു ഏൺ മെസ്സേജിംഗ് ബോട്ടാണ്. ഗെയിം കളിക്കുന്നതിനൊപ്പം ക്രിപ്റ്റോ കറൻസി കൂടി പരിചയപ്പെടുത്തുകയാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ ക്രിപ്റ്റോ മൈനിങ് ആണ് ഇവിടെ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അജ്ഞാതരായ ഒരു സംഘമാണ് ഹാംസ്റ്റർ കോംബാറ്റ് ഗെയിം വികസിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ സംരംഭകനായ എഡ്വ ഗുറിനോവിച്ച് ആണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. 40 രാജ്യങ്ങളിലായ 15 കോടി ആളുകൾ ഇപ്പോൾ ഈ ഗെയിം കളിക്കുന്നു. ഇതിന് റഷ്യയിലാണ് ആരാധകർ ഏറെയുള്ളത്. നിലവിൽ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യമൊന്നുമില്ല. എന്നാൽ അടുത്ത മാസം ഹാംസ്റ്റർ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനകം ഗെയിം കളിച്ച വാലറ്റിൽ കോയിനുകൾ വാരിക്കൂട്ടിയവർ കാത്തിരിക്കുന്നത് ആ ദിവസത്തിന് വേണ്ടിയാണ്. കാരണം ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി ഒരു എയർ ഡ്രോപ്പ് ഉണ്ടാകും. അതായത് ക്രിപ്റ്റോ കറൻസികൾ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവയെ ഗെയിം കളിച്ചും മറ്റും പ്രചാരം നൽകിയവർക്ക് നൽകുന്ന സമ്മാനമോ ആനുകൂല്യമോ ആണ് എയർ ഡ്രോപ്പ്. വാലറ്റിൽ എത്രത്തോളം കോയിനുകൾ ഗെയിം കളിച്ചും മറ്റും വാരിക്കൂട്ടിയിട്ടുണ്ടോ അവയ്ക്ക് കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഒരു മൂല്യം ലഭിക്കും. എന്നാൽ ഇവർക്കെല്ലാം എയർ ഡ്രോപ്പ് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ നിലവിൽ 2000 കോടിയോളം രൂപ വേണ്ടിവരും. അതായത് 2000 കോടിയോളം രൂപ കമ്പനി സമ്മാനമായി മാത്രം വിതരണം ചെയ്യണം. ഇത് നടക്കാനുള്ള സാധ്യത വിരളം എന്നാണ് വിലയിരുത്തൽ. അതേസമയം ഗെയിം കളിച്ച് വാലറ്റിൽ വാരിക്കൂട്ടിയ കോയിനുകൾ നിശ്ചിത ശതമാനത്തിന് മാത്രം എയർ ഡ്രോപ്പ് നൽകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട്. അങ്ങനെയെങ്കിൽ കിട്ടുക നാമമാത്ര നേട്ടം മാത്രമായിരിക്കും. ഹാംസ്റ്റർ കോംബാറ്റ് തട്ടിപ്പാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങളുണ്ട്. നിലവിൽ ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസികളെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഹാംസ്റ്റർ കോംബാറ്റിനെതിരെ ജാഗ്രത വേണമെന്ന് കാട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ റിസർവ് ബാങ്ക് ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കണമെന്ന നിലപാടുള്ളവരാണ്. നേരത്തെ റിസർവ് ബാങ്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ക്രിപ്റ്റോകളിൽ നിന്നുള്ള നേട്ടത്തിന് കേന്ദ്ര സർക്കാർ 30% നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്.